നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 14 ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം രാവിലെ 11 മണി വരെ രേവതി നക്ഷത്രവും 11 മണിക്ക് ശേഷം അശ്വതി നക്ഷത്രവുമാണ്. അപ്പോൾ രാശിക്കാർക്ക് പലപ്പോഴും ഫലം പറയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ഫലവും ഉച്ചയ്ക്ക് മുമ്പ് മറ്റൊരു ഫലവുമായിരിക്കും. ഇനി ഓരോ രാശിക്കാർക്കും ഇന്നത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം രാവിലെ 11 മണി വരെ അല്ലെങ്കിൽ മധ്യാഹ്നം 11 മണി വരെ ചിലവ് കൂടിയിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ദിവസമെന്ന് പറഞ്ഞുകൂടാ, പാതി ദിവസം ചിലവൽപ്പം കൂടിയിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പൊതുവെ സാമ്പത്തികമായിട്ട് ഇവർക്ക് നേട്ടം കാണുന്നു. ഒരുപക്ഷെ ആ ചിലവിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ സാമ്പത്തികമായ നേട്ടം ഇവർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഉച്ചവരയ്ക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങളിലും വലിയ ഉത്സാഹം കാണുന്നുണ്ട്. യാത്രാ സംബന്ധമായ കാര്യവും ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർക്ക് കൂടുതൽ അനുകൂലമായി വരുന്നത്. അതുകൊണ്ട് മേടം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉച്ചയ്ക്ക് ശേഷം സാമ്പത്തിക ഗുണം, പ്രവർത്തന വിജയം, കാര്യങ്ങളിൽ ലാഭം, പൊതുവെ ഒരു അടുക്കും ചിട്ടയും പ്രവർത്തനങ്ങളിൽ കാണിക്കാൻ സാധിക്കുന്നതുകൊണ്ട് മികവ് വർദ്ധിക്കുകയും ചെയ്യും. ഇടവം രാശി, ഇടവൻ രാശിയെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര ആണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 11 മണി വരെ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുകയും അതിനുശേഷം 12ലേക്ക് കിടക്കുകയും ചെയ്യുന്നതുകൊണ്ട് ചന്ദ്രൻ്റെ അവസ്ഥ അധിക ചെലവാണ് കാണിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം. എന്നാൽ ഉച്ചവരെ സാമ്പത്തികമായിട്ട് ഇവർക്ക് നേട്ടം കാണുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ അനുമാനിച്ചാൽ മതി, ഉച്ചവരെ കിട്ടുന്ന സാമ്പത്തിക ലാഭത്തെ അന്ന് തന്നെ അടിച്ചു തീർക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാകാം. എന്തായാലും അനാമത്തായിട്ട് ചിലവായി പോകുന്നതായിട്ട് കാണുന്നില്ല. നിൽക്കുന്ന രാശി ശുക്രൻ്റെ രാശി ആയതിനാൽ സാമ്പത്തികമായിട്ട് ഗുണം അവർക്ക് ഉണ്ടാകുമെന്ന് കാണുന്നു. സ്വാഭാവികമായിട്ടും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്നാണ് സമ്പത്ത് നേടുന്നതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. മിഥുനം രാശി, മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം 10ലും 11ലുമായി സഞ്ചരിക്കുന്നതുകൊണ്ട് ദോഷമൊട്ടും കാണുന്നില്ല. കർമ്മമേഖലയിൽ വ്യാപരിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായിട്ട് വളരെ ഗുണമുള്ള ദിവസമാണ്. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം അതിശയോക്തി എന്ന പോലെ പറയാൻ സാധിക്കുന്ന ഒന്ന്, ഇവർ എന്തു ചെയ്യുന്നു അതെല്ലാം തന്നെ വിജയത്തിലെത്തുകയോ അല്ലെങ്കിൽ സാമ്പത്തിക ഗുണത്തിൽ അവസാനിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിന് സംതൃപ്തി കിട്ടുന്നു. ഇഷ്ടപ്പെട്ടവരെ കാണാൻ സാധിക്കുന്നു. അവർക്ക് ഉപഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. കർക്കിടകം രാശി, കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മധ്യാഹ്നത്തിന് ശേഷമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ചും കർമ്മ മേഖലയിൽ ഇവർക്ക് വലിയ വിജയം കാണുന്നു. ഉച്ചവരെ ഏതോ തരത്തിലുള്ള ആലസ്യമോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിപരീതമായ മനസാന്നിധ്യങ്ങളോ ഇവരെ തങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിർത്തുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ഗുണം കാണുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും കാണുന്നു. എന്താണോ ഉദ്ദേശിച്ചത് തങ്ങളുടെ ജോലി കൊണ്ട് അതിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു ദിവസമാണെന്ന്. അതുകൊണ്ട് പൊതുവെ ഗുണകരമെന്ന് തന്നെ പറയാം. എന്നാൽ ഉച്ചവരെ യാത്രയിൽ എന്തോ തടസ്സം കാണുന്നുണ്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ കാര്യത്തിലും ചെറിയ മനോവിഷമം ഉണ്ടാകാൻ ഇടയുണ്ട്. പിതാവിനും ചെറിയ ശാരീരിക അവശത കാണുന്നു. ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായ മാറ്റം വരുന്നതാണ്. ചിങ്ങം രാശി, ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 8ലും 9ലുമായിട്ടാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. രണ്ടും അത്ര നല്ലതല്ലെങ്കിലും 9 താരതമ്യേന ഭേദമെന്ന് പറയാം. കാരണം വ്യാഴത്തിൻ്റെ കൂടെ ചെന്ന് നിൽക്കുന്നതിനാൽ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവർക്ക് കൂടുതൽ ഭാഗ്യമായി അനുകൂലമായി വരുന്ന ദിവസം. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടത്തിനും ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ഗുണം. പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് മനസ്സർപ്പിക്കാൻ സാധിക്കുന്നതും അന്നത്തെ മധ്യാഹ്നത്തിന് ശേഷമാണ്. അതുകൊണ്ട് പൊതുവേ ഈ ദിവസത്തിൽ ഭാഗികമായ ഗുണമേ ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ഗുണം കാണുകയും ചെയ്യുന്നു. കന്നിരാശി, കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം മധ്യാഹ്നം വരെ വളരെ ഗുണകരമായ ദിവസമാണ്. മധ്യാഹ്നത്തിന് ശേഷം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ചില തകിടം മറിയലുകൾ കാണുന്നുണ്ട്. മനോവിഷമത്തിനോ അല്ലെങ്കിൽ ശാരീരികമായ ആവശ്യത്തേക്കോ സാധ്യതയുണ്ട്. എന്നാൽ അതിനു മുമ്പുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ മാത്രം ഇവർക്ക് ഓമനിക്കാൻ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ദിവസമാണ് ഉച്ചവരെയുള്ളത്. സാമ്പത്തികമായ നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, തങ്ങൾക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്ന ദിവസം, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സന്തോഷവും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുന്ന അവസ്ഥയും ഉണ്ടാകുന്ന ഒന്നാണ്. തുലാം രാശി, തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6ലും 7ലുമായിട്ടാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അത് പൊതുവെ ഗുണകരം തന്നെയാണ്. കടബാധ്യതയിൽ നിന്ന് മോചനം, കടം അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത, സാമ്പത്തികമായ നേട്ടം,
ശത്രുക്കൾ പോലും തങ്ങളോട് മിത്രമായി മാറുന്നൊരവസ്ഥ കാണുന്നുണ്ട്. മുടങ്ങിക്കിടുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള ഒരു അനുവാദം കിട്ടുന്ന ദിവസമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി വളരെ നേട്ടം കിട്ടുന്നൊരു ദിവസമാണ്. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം കൂടി ഉദരരോഗമോ മറ്റ് ശാരീരികമായ അവശതയോ ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരുന്നതാണ്. ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നതാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹമോ പ്രണയമോ ഒക്കെ വീണ്ടും ജീവൻ വയ്ക്കുന്നതായി അനുഭവപ്പെടുന്ന ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ്. സാമ്പത്തികമായിട്ട് ചെറിയ ചില അരക്ഷിതാവസ്ഥകൾ മധ്യാഹ്നം വരെ തോന്നുമെങ്കിലും മധ്യാഹ്നത്തിന് ശേഷം ഇവർക്ക് അപ്രതീക്ഷിതമായി ഈശ്വരൻ അനുഗ്രഹിച്ചതുപോലെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ധനം എത്തിച്ചേരുന്നതാണ്. കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്തു നിന്ന് തന്നെ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാം. അതുപോലെ പിണങ്ങി നിന്നിരുന്നവരോ വിഘടിച്ചു നിന്നിരുന്നവരോ തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നു. ഏറ്റവും പ്രധാനം കറുത്ത വസ്തുക്കൾ ഇന്നിവർക്ക് സമ്മാനമായി കിട്ടുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ആദായം ഉണ്ടാവുകയോ ചെയ്യുന്ന ദിവസമാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. മാതാവുമായി വഴക്കിടുകയോ മാതാവിൻ്റെ കുടുംബത്തിൽ പെട്ടവരുമായി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയോ വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുകയോ ഒക്കെ ചെയ്യാം. പ്രത്യേകിച്ചും ഉച്ചവരെ. ഉച്ചയ്ക്ക് ശേഷം അതിനൊക്കെ മാറ്റം കാണുന്നുണ്ട്. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന അനുഭവങ്ങൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ധനപരമായ കാര്യത്തിലും ഒരു ഗുണം കിട്ടുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതുപോലെ മുടങ്ങിക്കിടന്ന യാത്ര ആരംഭിക്കുവാൻ ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ഗുണകരമായിട്ടുള്ള അവസ്ഥ കാണുന്നത്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷാ സംബന്ധമായോ വിദ്യാഭ്യാസ സംബന്ധമായുള്ള കാര്യങ്ങളും മധ്യാഹ്നത്തിന് ശേഷം കൂടുതൽ അനുകൂലമായ അവസ്ഥ ഉണ്ടാകുന്നു. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം മധ്യാഹ്നം വരെ വളരെ ഗുണകരമായ ദിവസമായി കാണുന്നു. മധ്യാഹ്നത്തിന് ശേഷം ചെറിയ ക്ഷീണിതാവസ്ഥയോ ശാരീരികമായോ മനസ്സിനെ മടുപ്പിക്കുന്നതായോ ചില അനുഭവങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് പ്രവർത്തനത്തിന് മന്ദതയേൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഉച്ചവരെ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രതീക്ഷിച്ച ധനം ഉച്ചകൊണ്ട് തന്നെ നേടാൻ സാധിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തന വിജയം കാണാൻ സാധിക്കുകയോ ചെയ്യുന്നു. യാത്ര ഭാഗികമായി മുടങ്ങുമെങ്കിലും അതുവരെയുള്ള കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്നു. സഹോദരന്മാരുമൊത്തുള്ള പ്രവർത്തനങ്ങളിലും ഗുണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്യുന്നു. മധ്യാഹ്നം വരെ സാമ്പത്തികമായ ഗുണമുണ്ട്. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണം കൂടുതലായി കാണുന്നത് മധ്യാഹ്നത്തിന് ശേഷമാണ്. സഹോദരന്മാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നുമൊക്കെ സാമ്പത്തികമായ സഹായം ലഭിക്കുന്നു. ഉച്ചവരെ ആശങ്കകൾ ജനിപ്പിക്കുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ ഗുണകരമായിട്ട് വരുന്നു. ഒരുപക്ഷെ വികാരാധിക്യത്താലോ മറ്റോ ചില കലഹമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മധ്യാഹ്നത്തിന് മുൻപ്. എന്നാൽ മധ്യാഹ്നത്തിന് ശേഷം കാര്യങ്ങളിൽ ഒരു പക്വത വരികയും സാമ്പത്തികമായ നേട്ടമുണ്ടാവുകയും ആശ്വാസമുണ്ടാവുകയും ചെയ്യുന്നു. ഒരു ദിവസത്തിൽ തന്നെ പല മൂഡുകളായിരിക്കുമല്ലോ മനുഷ്യർക്ക്. അപ്പോൾ എന്തായാലും ഇവർക്ക് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നത് മധ്യാഹ്നത്തിന് ശേഷമാണ്. മീനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവർ കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് അരയ്ക്ക് താഴ്പോട്ട് ശാരീരികമായ അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാദങ്ങളിലൊക്കെ അവശതയുണ്ടാകാം. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷമാണത് കൂടുതൽ അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നത്. അതുകൊണ്ട് യാത്ര മുടങ്ങാനുള്ള സാധ്യത കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി യാത്ര പോകുന്നത് ചിലപ്പോൾ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് രാവിലെ തന്നെ ആരംഭിച്ച് ഉച്ചയ്ക്ക് മുമ്പ് അവസാനിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ ഗുണകരം. സാമ്പത്തികമായ കാര്യങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം ചില നഷ്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്യേണ്ടത് ഗുണകരമായി വരാൻ തക്കവണ്ണം അന്ന് ഉച്ചയ്ക്ക് മുമ്പായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.